12ാം സ്കന്ധത്തിലെ മണിദ്വീപ വർണ്ണനത്തിൻ്റെ മിനി റെപ്ലിക്കയാണ് 3ാം ഭാഗത്തിൽ. അപ്പോൾ പറയും 2 പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഏറ്റവും അവസാനം 9 പറയുന്നത്. സ്വർഗാരോഹണം, ഭഗവാന്റെ സ്വർഗധാമ പ്രാപ്തി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ വായിച്ചതാണ്. അത് വീണ്ടും വിസ്തരിച്ചു വരുന്നുണ്ട്. പല ഭാഗങ്ങളും നമ്മൾ ദേവി ഭാഗവതം വിസ്തരിച്ചൊന്ന് ഉപാസിക്കുമ്പോൾ, ഭഗവതിയെ ധ്യാനരൂപത്തിൽ ഉപാസിക്കുമ്പോൾ നമുക്ക് പലതും തെളിയും. ബ്രഹ്മാവിനോടാണ് ചോദ്യം. ജനമേജയൻ വ്യാസനോട് ആദ്യം ഈ ചോദ്യം ചോദിക്കുന്നത് ജനമേജയൻ വ്യാസനോടാണ് ചോദിക്കുന്നത്. ജനമേജയനും വ്യാസനും തമ്മിലുള്ള ബന്ധം ഞാൻ ചോദിച്ച് ഇനി കൺഫ്യൂസ് ചെയ്യുന്നില്ല. ജനമേജയനും വ്യാസനും ആരാണെന്ന് ധരിക്കണം. വ്യാസനോട് ചോദിച്ചു, ആരാണ് ഈ മഹാദേവി? എങ്ങനെയാണ് ദേവി ഉത്ഭവിച്ചത്? സൃഷ്ടിസ്ഥിതികാരികളായ ത്രിമൂർത്തികളെക്കുറിച്ചും കൂടി പറയാമോ? വ്യാസം പറഞ്ഞു, ത്രിമൂർത്തികളെക്കുറിച്ച് പറയുകയൊക്കെ വലിയ പാടാണ്. ത്രിമൂർത്തികളെക്കുറിച്ചൊന്നും അതൊന്നും അത്ര പെട്ടെന്ന് പറയാൻ തീരില്ല. ഗംഗാതീരത്ത് വെച്ച് ഞാൻ നാരദമുനിയോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. വ്യാസർ പറയാണ്, ജനമേജയൻ വ്യാസനോട് ചോദിച്ചു. വ്യാസൻ പറഞ്ഞു, ഇതെനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഈ ചോദ്യം നാരദനോട് ചോദിച്ചു. നാരദർ പറഞ്ഞു, ബ്രഹ്മാണ്ടത്തിൽ നാരദർ പറഞ്ഞു, ഈ ചോദ്യം എനിക്കറിയാത്തത് കൊണ്ട് സദാ നാമം ജപിച്ച് നടക്കുന്ന നാരദർക്ക് അറിഞ്ഞൂടാ എന്താണ് ഈ ഉൽപ്പത്തി രഹസ്യം. ജനമേജയൻ വ്യാസനോട് ചോദിച്ചു. 4 വേദം പകുത്ത വ്യാസനോട് ചോദിച്ചപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, എനിക്കറിയാനും അറിഞ്ഞുകൂടാ, എനിക്കിത് പറഞ്ഞു തരാനുള്ള കൽപ്പില്ല. തിരിച്ച് ദേവിയോട് ചോദിച്ചു, നാരദരോട് ചോദിച്ചു. നാരദൻ പറഞ്ഞു, എനിക്കും പറയാൻ കൽപ്പില്ല, ഞാൻ സദാ നാരായണ നാമം ജപിക്കുന്നതാണ്, പക്ഷേ എനിക്കിത് പറയാനുള്ള കൽപ്പില്ല, ഞാനിത് എൻ്റെ അച്ഛനോട് ചോദിച്ചു. ഇല്ലേ? അപ്പോൾ ബ്രഹ്മാവ് ഈ ചോദ്യം അതിനൊരു ഉത്തരം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, മകനെ, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മഹാവിഷ്ണുവിന് പോലും പറ്റില്ല, വിരക്തരായ യോഗികൾക്കിത് പറ്റും. ബ്രഹ്മവിഷ്ണു സ്വരൂപരായിരിക്കുന്ന ഈശ്വരന്മാർക്ക് പറ്റാത്തത് നാമസങ്കീർത്തനത്തിലിരിക്കുന്ന യോഗികൾക്കിത് പറ്റും. അവിടെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ആ പരാശക്തി ചൈതന്യത്തെക്കുറിച്ച് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇതൊന്നും പറയാൻ പറ്റില്ല. പകരം അങ്ങോട്ട് നീട്ടി ചോദിച്ചു. എന്നിട്ട് മഹാവിഷ്ണു പറയുന്നു, ഇതിനൊക്കെ ഉത്തരം പറയാൻ എന്നെ സദാ മനസ്സിൽ ധ്യാനിക്കുന്ന യോഗികൾക്ക് പറ്റും. കൽപ്പാന്തകാലത്തിൽ പ്രളയമുണ്ടായെന്നും പഞ്ചഭൂതങ്ങൾ ഉത്ഭവിച്ചെന്നും ഞാനൊരു താമരപ്പൂവിലുണ്ടായി എന്നും സർവശൂന്യാവസ്ഥയിൽ പ്രളയജലത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായി എന്നും ആരാണ് സംഹരിക്കുന്നത്, സംഹാരകർത്താവാരായ ജലം എവിടെ നിന്ന് വന്നു, അടിയിൽ ചെളിയില്ലാതെ താമരയുണ്ടാകുമോ, ഇതിൻ്റെ ചുവട് കണ്ടെത്തിയാൽ ഭൂമി ദൃശ്യമാകുമോ ഇത്യാദി ചിന്തിച്ചിരിക്കുന്നതിനിടയിൽ 1000 വർഷം അന്വേഷിച്ചു. അപ്പോഴേക്കും ഒരു തപസ് കേട്ടു, ഒരു അശരീരി കേട്ടു, നീ തപസ് ചെയ്യുക. 1000 വർഷം താമരയിൽ തപസ് ചെയ്തപ്പോൾ വീണ്ടും അശരീരി ഉണ്ടായി, നീ സൃഷ്ടിക്കുക എന്ന് അശരീരി ഉണ്ടായി. അപ്പോൾ ജനമേജയൻ ആരോട് ചോദിച്ചു? വ്യാസനോട് ചോദിച്ചു. വ്യാസൻ ആരോട് ചോദിച്ചു? നാരദരോട് ചോദിച്ചു. നാരദൻ ആരോട് ചോദിച്ചു? ബ്രഹ്മാവിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒറ്റ ഉത്തരം കിട്ടി, യോഗിമാർക്ക് ഇത് വളരെ വ്യക്തമായി പറയാൻ പറ്റും. അപ്പോഴേക്കും എന്താണെങ്കിലും ബ്രഹ്മാവ് തപസ് തുടങ്ങി. അപ്പോഴേക്കും മധുകൈടഭന്മാർ വന്ന് ഭീഷണിപ്പെടുത്തി. ഇന്നലെ കണ്ടു മധുകൈടഭന്മാർ വന്ന താമരത്തണ്ടിൽ ബ്രഹ്മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒലച്ച് പാടുപെടുത്തിയതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ടാണ് ഒരു ദിവസവും മിസ് ചെയ്യാതെ കേൾക്കണം എന്ന് പറയുന്നത്. മധുകൈടഭന്മാർ ഭയപ്പെടുത്തി. താമരത്തണ്ടിലൂടെ മഹാവിഷ്ണുവിനടുത്തെത്തി. യോഗനിദ്രയിലിരുന്ന വിഷ്ണുവിനെ ഉണർത്താൻ ഞാൻ യോഗനിദ്രയെ സ്തുതിച്ചു. നിദ്രാദേവി വിഷ്ണു ശരീരം വിട്ടുണർത്തു. ബ്രഹ്മാവ് യോഗനിദ്രയെ സ്തുതിച്ചു. അത് യോഗനിദ്രാസ്തുതി ഇന്നലെ നമ്മൾ വായിച്ചു. 5000 കൊല്ലം വീണ്ടും യുദ്ധം ചെയ്തു. മഹാവിഷ്ണു മഹാദേവിയുടെ അനുഗ്രഹത്താൽ മധുകൈടഭന്മാരെ വധിച്ചു. അതുകൊണ്ടാണ് മധുകൈടഭാരേ എന്ന് വിളിക്കുന്നത്. മഹാദേവി അനുഗ്രഹിച്ച് മഹാവിഷ്ണു മധുകൈടഭന്മാരെ വധിച്ചു. പിന്നെയോ പരമശിവനും അവിടെ എത്തി. ആകാശദേശത്ത് പ്രത്യക്ഷയായ ദേവി മൂവരെയും സ്തുതിച്ചു. ആ ദേവിയെ ദേവി ഈ മായയിൽപ്പെടുത്തുക എന്ന് പറയുന്നത് ഇതാണ്. ദേവി ഇവരെ കണ്ടപ്പോൾ ദേവി ത്രിമൂർത്തികളെയൊക്കെ നമസ്കരിച്ചു. ഈ ത്രിമൂർത്തികൾ ദേവിയെ സ്തുതിക്കുകയും ചെയ്തു. ഇല്ലേ? ദേവി നമസ്കരിച്ചപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, ശരി ദേവിയാണല്ലോ നമസ്കരിച്ചത്. ഇല്ലേ? ദേവിയാണെങ്കിൽ ഇങ്ങനെ ത്രിമൂർത്തികളെ പോലും മായയിൽപ്പെടുത്താൻ മിടുക്കിയാണ്. ഈ 3 ദേവന്മാരെയും സൃഷ്ടിച്ചത്, ത്രിമൂർത്തികളെ സൃഷ്ടിച്ച ഭഗവതിയാണ്. അപ്പോഴേക്കും ആകാശദേവത്തെ പ്രത്യക്ഷയായ ദേവിയെ ഞങ്ങൾ സ്തുതിച്ചു. സന്തുഷ്ടയായ ദേവി സൃഷ്ടി സംഹാരങ്ങൾ ആരംഭിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭൂമിയോ ത്രിഗുണങ്ങളോ തന്മാത്രകളോ ശക്തിയോ ഇല്ലാതെ എങ്ങനെ സൃഷ്ടി നടത്തും? ഇത് കേട്ട് പുഞ്ചിരിയോടെ ദേവി പറഞ്ഞു, എൻ്റെ വിമാനത്തിലേക്ക് കയറൂ, എൻ്റെ വിമാനത്തിലേക്ക് ഒന്ന് കയറൂ. വിമാനത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വ്യക്തത വരുത്തിത്തരാം, ഒരത്ഭുതവും കാട്ടിത്തരാം. ഈ ദേവി നമ്മൾ 12ാം സ്കന്ധത്തിൽ വിസ്തരിച്ചു പറയുന്ന മണിദ്വീപത്തെ ഈ 3 ദേവന്മാർക്കും ത്രിമൂർത്തികൾക്കും കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണ്.
വിമാനം മെല്ലെ ഉയർന്നു. ഭഗവതി ഇരിക്കുന്ന, ശംഖചക്ര ഗദാധാരിണിയായ ഭഗവതി ഇരിക്കുന്ന, ഇങ്ങനെ വാർമുടി അഴിച്ചിട്ട് കയ്യിൽ ശംഖചക്ര ഗദാധാരിയായ ഹംസത്തിൻ്റെ രൂപത്തിൽ കൊക്കുകളോടുകൂടിയ ആ അരയന്നം മെല്ലെ ഒന്നുയർന്നു. മെല്ലെ ഒന്നുയർന്നപ്പോഴേക്കും താഴെ പാൽക്കടൽ ഇങ്ങനെ പാൽക്കുടങ്ങൾ, വെള്ളിക്കുടങ്ങൾ, സ്വർണ്ണക്കുടങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. വിമാനം മെല്ലെ ഉയരുന്നു. ദേവി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കൂടി വിമാനത്തിൻ്റെ അടുത്തിരുത്തി. ആകാശത്ത് നിന്ന് മെല്ലെ ഉയർന്നു തുടങ്ങിയപ്പോൾ ദേവന്മാർ താഴേക്ക് നോക്കി. ഭഗവതി തൻ്റെ പറയുന്ന ഇല്ലേ, എന്തു പറഞ്ഞു? ദേവന്മാരോട്, ത്രിമൂർത്തികളോട് പറയുന്നു, താഴെ പാൽക്കടൽ കണ്ടു. നോക്കിയപ്പോൾ അവിടെ മഹാലക്ഷ്മി, സ്വർണ്ണവർണ്ണ വിഗ്രഹം രൂപമാർന്ന അമ്മ അവിടെ നിൽക്കുന്നു. സ്വർണ്ണകുംഭങ്ങളും ഹ്രിംകാരനാദം മുഴക്കുന്ന വൈഭവത്തെ എല്ലാം ആ ഹംസരൂപത്തിലുള്ള വിമാനം, അതുകൊണ്ടാണ് അമ്മയുടെ ഈ ദൂത് വരുന്ന കിളിക്ക് ഹംസാഖ്യ എന്ന് പേര് പറയുന്നത്. ഹംസത്തിൻ്റെ കൊക്കുകളോടുകൂടി ആ വിമാനം ഒന്നുയർന്നു. അമ്മ ദേവന്മാരെ താഴേക്ക് കാണിച്ചു. പിന്നെയോ നാനാവിധത്തിലുള്ള നയനാനന്ദകരമായ പച്ചപ്പുകളോടുകൂടിയ ഇങ്ങനെ ദ്വീപിൽ വിമാനം ഇങ്ങനെ വട്ടമിട്ട് 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 പറക്കുകയാണ്. അമ്മ അനന്തരൂപിണിയായി ഇങ്ങനെ പാൽക്കടലിലെ തിരകൾ ഇങ്ങനെ തള്ളി വരുമ്പോൾ പാൽക്കടലിൻ്റെ തിരകൾ ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്ക് മെല്ലെ അടിക്കും. അമ്മ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പറന്നു കിടക്കുന്ന തലമുടി ആനന്ദരൂപിണിയായ ആ ഭഗവതി ഒരു ഭൂപ്രദേശം എത്തിയപ്പോൾ, കരിമ്പച്ച കാട്ട് എത്തിയപ്പോഴേക്കും അമ്മ കാണിച്ചു. നാനാവിധത്തിലുള്ള ജന്തുജാലങ്ങളും സസ്യലതാദികളും പക്ഷിമൃഗാദികളും നിറഞ്ഞൊരു സ്ഥലം. അവിടെ അതുല്യമായ സൗന്ദര്യമുള്ളവരുടെ വാസസ്ഥാനം. രാജാവ് പരിവാരസമേതം വനത്തിൽ. അമ്മ കാണിച്ചു കൊടുക്കുകയാണ്, ത്രിമൂർത്തികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പാൽക്കടലിൻ്റെ ഇടയിൽ മരതക പച്ചിലെ കാട്ടിൻ്റെ ഇടയിലേക്ക് വിമാനം ഇങ്ങനെ പറന്നു. ഇങ്ങനെ വിമാനം മെല്ലെ താഴുമ്പോൾ പാൽക്കടലിൽ നിന്ന് ഇങ്ങനെ അമ്മയുടെ മുഖത്തേക്കൊന്ന് തൊടാനെന്ന് പറഞ്ഞ് പാൽത്തിരമാലകൾ ഇങ്ങനെ ആകാശത്തോളം ഉയരും. ഇങ്ങനെ കാറ്റ് വന്ന് ഇങ്ങനെ അമ്മയെ ഇങ്ങനെ സദാ പരിരംഭണം ചെയ്തിരിക്കും. കാരണം പഞ്ചഭൂതങ്ങളും അമ്മയെ ഒന്ന് സ്പർശിക്കാൻ ഇങ്ങനെ വെമ്പല് പൂണ്ടിരിക്കുകയാണ്. ആ ചിന്മയി പരമാനന്ദമയ്യായിരിക്കുന്ന ഭഗവതി ത്രിമൂർത്തികളായ ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ആ മരതക പച്ചില കാടിൻ്റെ ഇടയിൽ ഒരു രാജാവ് വേട്ടയ്ക്കിറങ്ങുന്നതും കാണുന്നില്ലേ എന്ന് ചോദിച്ചു. വിമാനം വീണ്ടും പറന്നു. ഇന്ദ്രദേവൻ്റെ, കിഴക്ക് ദിക്കിൻ്റെ പുരിയായ ദേവനായ ഇന്ദ്രദേവൻ്റെ പുരി എത്തി. ഇന്ദ്രദേവൻ്റെ പുരിയിലെത്തിയപ്പോൾ അഷ്ടദിക്പാലകരും 8 ദിക്പാലകരും അവിടെ ഭഗവതിയുടെ മുന്നിൽ ഈ ഇന്ദ്രൻ്റെ പുരിക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നോക്കൂ, ആ നിൽക്കുന്ന 8 ദിക്കുകളും വരുണനെ കണ്ടോ, യമനെ കണ്ടോ, നിര്യതിയെ കണ്ടോ, വായുവിനെ കണ്ടോ? ഈ അഷ്ടദിക്പാലകരും അമ്മ ഇങ്ങനെ മാറി നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഇന്ദ്രപുരിയിൽ അവിടെയും എൻ്റെ വാസമുണ്ട്, ഞാൻ അവിടെ ഇന്ദ്രാണിയായിട്ട് ഞാനിരിക്കും. അമ്മ പറഞ്ഞു, ആ ഇന്ദ്രൻ്റെ പുരിയാണ്. പിന്നെ കുറച്ചുകൂടി വിമാനം പറന്നു. ഹംസാഖ്യയായിരുന്ന ഹംസമുഖമുള്ള വിമാനം ചെന്ന് ദേവിയുടെ സത്യലോകത്തെത്തി. അവിടെ നോക്കുമ്പോഴേക്കും ഒരു ബ്രഹ്മാവിനെ കണ്ടു. അഷ്ടദിക്പാലകരെയും കണ്ടു, അപ്പുറത്ത് ബ്രഹ്മാവിനെയും കണ്ടു. അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, യഥാർത്ഥത്തിലുള്ള ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ വിമാനത്തിലിരിക്കുകയാണ്. അമ്മ പറയുകയാണ്, നോക്കൂ, അവിടെ ഒരു ബ്രഹ്മാവ്, ഒരു നാൻമുഖനെ കണ്ടില്ലേ? പ്രപഞ്ചത്തിൻ്റെ സർവ അണുമുതൽ പരമാണു വരെ സർവ്വതിലും പൊരുളും പരപ്പും ഒക്കെ ആയിട്ടുള്ള സർവ്വ ജീവജാലങ്ങളെയും ബ്രഹ്മാവ് സങ്കല്പം കൊണ്ട് സൃഷ്ടി ചെയ്യുന്നു. പച്ചപ്പനന്തത്തകൾ ഭഗവാന്റെ സൃഷ്ടിയിൽ നിന്ന് വരുന്നു. കിളികൾ പറക്കുന്നു. ബ്രഹ്മാവിൻ്റെ കൽപ്പനയിൽ നദികൾ ഒഴുകുന്നു. ബ്രഹ്മകൽപ്പനയിൽ പുരുഷനും സ്ത്രീയും ജനിക്കുന്നു. ബ്രഹ്മകൽപ്പനയിൽ സുന്ദരിമാരും നാദരൂപിണികളും ഉയരുന്നു. ബ്രഹ്മലോകത്തെ കാണിച്ചു. അപ്പോൾ ആരാണ് ഈ ബ്രഹ്മദേവനെന്ന് മറ്റ് 2 പേരും ചോദിക്കുകയാണ്. ഈ ബ്രഹ്മദേവൻ ആരാണ്? ത്രിമൂർത്തികളായ ബ്രഹ്മദേവൻ വിമാനത്തിലിരിക്കുകയാണ്. മറ്റു 2 പേരും ചോദിക്കുകയാണ്, ആരാണ് ഈ ബ്രഹ്മദേവൻ? അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ നേരെ വിമാനം കുറച്ചുകൂടി സത്യലോകത്തിന് മുകളിലേക്ക് ഉയർന്നപ്പോൾ എന്തു പറയുന്നത്, അതിത്തരസ്യാം ദിശിദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജൻ. സ്വർണ്ണവർണ്ണത്തിൽ മിന്നിത്തിളങ്ങുന്ന ഹിമാലയം കണ്ടു. അതിനപ്പുറം കൈലാസവും അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. വിമാനം കുറച്ചുകൂടി ഒന്ന് ഉയർന്നു. വിമാനത്തിൽ നിന്ന് അമ്മ കൈലാസം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ നോക്കൂ,
വീരഭദ്രനും ബലഭദ്രനും വ്യാളി കൂളികളും എങ്ങനെ സദാ അഘോരികളുടെ അലർച്ച പോലെ എങ്ങനെ പരിരംഭണം ചെയ്യുന്നത് കാണുന്നില്ലേ, നീ അവരെ കാണൂ എന്നിട്ട് പറഞ്ഞു. തൊട്ടടുത്ത അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും സർവാംഗസുന്ദരിയായ പാർവതീദേവി മഹാദേവനോടൊത്ത് കൈലാസത്തിൽ രമിക്കുന്ന കാഴ്ച അമ്മ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ അവിടെ നിന്ന് അമ്മ പറഞ്ഞു കുറച്ചുകൂടെ ഹംസമുഖമുള്ള വിമാനം പാൽക്കടലിൽ നിന്ന് കുറച്ചുകൂടെ മെല്ലെ ഉയർന്നു. സത്യലോകം കണ്ടു, ഇന്ദ്രപുരി കണ്ടു, കൈലാസം കണ്ടു, കുറച്ചുകൂടെ ഉയർന്ന പലാഴിമങ്ക വസിക്കുന്ന വിഷ്ണുലോകം കണ്ടു. വിഷ്ണുലോകം ചെന്നെത്തിയപ്പോഴേക്കും അവിടെ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ കണ്ടു. അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. ഒറിജിനൽ മഹാവിഷ്ണു ഇവിടെ ഇരിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ദേ നോക്കൂ, ഈ നീയാണ് അവിടെ ഇരിക്കുന്നത്. മഹാവിഷ്ണുവിനെയും കണ്ടു. പാലാഴിയിൽ അനന്തശായിയായി പള്ളി കൊണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് നമസ്കരിച്ച് അവിടെ നിന്നും വിമാനം കുറച്ചുകൂടി പൊങ്ങി. നിമിഷങ്ങൾക്കകം വിമാനം ഒരു അത്ഭുത ദ്വീപിലെത്തി. അമൃത സമുദ്രമധ്യത്തിൽ സുവർണ വരുതല്ലരികൾ, പക്ഷിമൃഗാദികൾ, വീണാമൃദംഗനാദങ്ങളോടുകൂടിയ ഒരു ലോകം, വേറൊരു അത്ഭുത ദ്വീപ്. അമ്മ വൈകുണ്ഠത്തിൽ നിന്നും ഉയർന്ന് നോക്കൂ, അവിടെ ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ തത്ത നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള തത്തകൾ ഇങ്ങനെ പാറിക്കളിക്കുന്നു. പല വർണ്ണത്തിലുള്ള കിളികൾ ഇങ്ങനെ സ്വർഗത്തിലെന്ന പോലെ വിഹരിക്കുന്നു. പിന്നെയോ മൃദംഗം, മദ്ദളം, നാദം, വേണു, ഢക്ക, ഢമരു, ദേവസുന്ദരിമാര, ചിലങ്ക, മണിയൊച്ച, ശംഖ്, സർവമംഗളങ്ങളുമാടെ ശബ്ദമുഖരിതമായ ഒരു വാസസ്ഥാനം അമ്മ കാണിച്ചു കൊടുത്തു. ആ വാസസ്ഥാനം കണ്ടിട്ട് പറഞ്ഞു, അത് എൻ്റെ വാസസ്ഥാനം. ഓം ചിന്താമണി ഗൃഹവാസിന്യേ നമാം മണിദ്വീപവാസിന്യേ മഹാദേവി മഹാസരസ്വതി മഹാകാളിതൻ വാസഗൃഹം. ഇത് മണിദ്വീപം. ഓം മണിദ്വീപവാസിന്യേ നമഃ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ശിവദേ വരദേ കാമാഖ്യേ കാഞ്ചി കാമാക്ഷി മധുരമീനാക്ഷി സമയ പാർവതീ. ശ്രീ പാർവതി ശ്രീ മഹാകാളി വാഴും വാസഗൃഹം. ഇത് മണിദ്വീപം. ഓം മണിദ്വീപവാസിന്യേ നമഃ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ശിവേ ശുഭേ വരദേ മംഗളേ ദക്ഷേ സ്വാഹേ സ്വധേ സ്മൃതി 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 മേധാരൂപിണ്യേ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ഓം മണിദ്വീപവാസിന്യേ നമഃ. ചിന്താമണി ഗൃഹം കണ്ടേൻ ഞാൻ, കോടിരത്നപ്രഭതൂകും മഹാദേവൻ ശയിക്കും മഞ്ചമിതൊന്നു കാണുന്നു ഞാൻ. അമ്മേ മഹാമായേ, മഹാദേവൻ തൽപ്പമായിരിക്കും മണിദ്വീപം മനോഹരം. ദേവി മഹാരൂപ മഹാമായ മഹാകാളി ജഗദംബിക. ദേ കണ്ടേൻ ദിവ്യപട്ടാംബരം, കണ്ടേൻ ശുഭാംഗിയാം ഒരു ഭഗവതിയേയും. കരങ്ങൾ 1000 വിശ്വരൂപം ദേവിതൻ, മുഖങ്ങളായിരം സഹസ്രപാദവദന. ഓം മഹാദേവി ശങ്കരേ ശിവേ.
രക്തചന്ദനച്ചാറുപൂശി രത്നാഭരണങ്ങളും ഒന്നൊന്നായി ചാർത്തി കാണുന്നു ഞാൻ ജഗദംബികേ പരാശക്തി പരാരൂപേ. മനോഹരാംഗി രക്തചന്ദനം പൂശി രക്തമാല്യങ്ങൾ രക്തനേത്രയായി മിന്നൽ കൊടി പോലെ പ്രകാശം പരത്തി ശ്രീചക്രത്തിന്മേൽ ഇരുന്നമരും മഹാറാണി മഹാപരമേശ്വരി പൊന്നു തമ്പുരാട്ടി ശ്രീ മഹാകാളി അമ്മേ ലളിതാ പരമേശ്വരി രാജരാജേശ്വരി ശ്രീ മഹാഭൈരവി ശ്രീ ജഗദംബിക ശ്രീ മഹാറാണി ശ്രീ മഹാരാജ്ഞി ചിന്താമണി ഗൃഹവാസിനി ദേവി. മംഗളവാദ്യം. ദേവി പരാശക്തി പരാരൂപേ സുപ്രസന്നേ കനിഞ്ഞാലും ദേവി ചിദാനന്ദമയി പരാപരേ ദേവി പരമേശ്വരി ശ്രീചക്രരാജരാജേശ്വരി ശ്രീലളിതാംബിക. ശ്രീചക്രരാജരാജേശ്വരി ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ഹ്രീംകാരൂപിണി മഹാദേവി മഹാമംഗളകാരിണി പ്രസീദ 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 പരമേശ്വരി ജഗന്മാത ജഗദാനന്ദകാരിണി പരാപരേ ദേവി വാഗ്രൂപേ ശാരദേ മഹർഷി മംഗളാകാരേ മംഗളങ്ങൾക്കും മംഗളേ ശിവേ ശുഭേ വരദേ കാമരൂപിണി മംഗളേ ശിവേ കണ്ണേ ചിന്താമണി ഗൃഹവാസിന്യേ നമഃ. ഓം ചിന്താമണി ഗൃഹവാസിന്യേ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ചിന്താമണി ഗൃഹവാസിനി നമഃ. ഓം 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 ചിന്താമണി ഗൃഹവാസിനി ചിന്താമണി ഗൃഹവാസിന്യേ നമഃ. ഓം 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 മഹാദേവേ 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 നമഃ. ജയ ജയ മഹാദേവേ നമഃ. ജയ ജയ പരമേശ്വരി
ഓം മഹാദേവി നമ. 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 ഓം പരമേശ്വര്യൈ നമ. ഓം പരമേശ്വര്യൈ നമ. ഓം പരമേശ്വര്യൈ നമ. ഓം ലളിതാ 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 പരമേശ്വര്യൈ നമ. ഓം ചിന്താമണി ഗൃഹവാസിന്യൈ നമ. ഓം മണിദ്വീപവാസിന്യൈ 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 നമ. ഓം ചിന്താമണി ഗൃഹന്തസ്ഥയേ നമ. ഓം ശ്രീലളിതാ പരമേശ്വര്യൈ നമ. ഓം ശ്രീലളിതാ പരമേശ്വര്യൈ നമ. ഓം പരമേശ്വര്യൈ നമ. ഓം ശ്രീലളിതാ പരമേശ്വര്യൈ നമ. ഓം ലളിതാ 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 പരമേശ്വര്യൈ നമ. ഓം മണിദ്വീപവാസിന്യൈ നമ. ഓം മണിദ്വീപവാസിന്യൈ നമ. ഓം ചിന്താമണി ഗൃഹന്തസ്ഥായേ നമ. ഓം മണിദ്വീപവാസിന്യൈ നമ. ഓം ലളിതാ പരമേശ്വര്യൈ 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 നമ. ഓം ലളിതാ പരമേശ്വര്യൈ. സർവമംഗളമംഗളേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ നാരായണി നമോസ്തുതേ. സർവമംഗളമംഗളേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ നാരായണി നമോസ്തുതേ. Narayana
പരമാനന്ദ രൂപിണിയായ ഭഗവതിയുടെ മണിദീപത്തിലെ ഭഗവതി ദർശനം എന്ന് പറയുന്ന ഭാഗം ഇതൊന്നും നമ്മൾ നേരത്തെ പ്ലാൻ